വയനാടിനായി കൈകോർക്കാൻ ഡിവൈഎഫ്ഐ കാഞ്ഞിരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാടിനായി കൈകോർക്കാൻ ഡിവൈഎഫ്ഐ കാഞ്ഞിരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. പായസ ചലഞ്ചിൽ നിന്നും ലഭിക്കുന്ന തുക റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈമാറും. 1 ലിറ്ററിന് 200 രൂപ നിരക്കിലാണ് നൽകിയത്. ശനിയാഴ്ച കാലത്ത് 7 മണിക്ക് തുടങ്ങിയ പായസ വിതരണം 5 മണിയോടെ അവസാനിച്ചു. മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ഇൻഷു, പ്രസിഡന്റ് അഖിൽ, മേഖലാ ട്രഷറർ ജംഷീർ, വാർഡ് മെമ്പർ റജുല മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നിരവധി പേർക്ക് വീടുകളും മറ്റു നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി വി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ആക്രി ചലഞ്ചിലൂടെയും മറ്റു നിരവധിയായ ചലഞ്ചിലൂടെയും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടം ആക്രി ചലഞ്ചിലൂടെ ഡിവൈഎഫ്ഐ വലിയൊരു തുക സംസ്ഥാന കമ്മിറ്റിക്ക് ബ്ലോക്ക് കമ്മിറ്റി വഴി കൈമാറി കഴിഞ്ഞു. അതിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ പായസ ചലഞ്ചിലൂടെയാണ് നമ്മൾ ഇതിനുള്ള വേണ്ട ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാരക്കാട് പ്രദേശത്ത് കാഞ്ഞിരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.